എല്ലാവർക്കും നമസ്കാരം. ഞാൻ കൊല്ലം പ്രദീപ് കുമാർ. ആസ്ട്രോളജിക്കൽ ശ്രീരാമജയം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ വീഡിയോയിലൂടെ ഷഷ്ഠി വ്രതാനുഷ്ഠാനത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. സുബ്രഹ്മണ്യ സ്വാമിയെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടി അനുഷ്ഠിക്കാവുന്ന ഒരു വ്രതമാണ് ഷഷ്ഠി വ്രതം. സന്താനങ്ങളുടെ ഉന്നമനത്തിനും ശ്രേയസ്സിനും സർവ ഐശ്വര്യങ്ങൾക്കും വേണ്ടിയാണ് ഈ വ്രതം അനുഷ്ഠിക്കുന്നത്. ഇതുകൂടാതെ സർപ്പദോഷങ്ങൾ ശമിക്കുന്നതിനും ചർമ്മരോഗങ്ങൾ മാറുന്നതിനും ഷഷ്ഠിവ്രതം അനുഷ്ഠിക്കുന്നത് വളരെ ഉത്തമമാണ്. ഇതിനെക്കുറിച്ച് ഒരു ഐതിഹ്യം നിലവിലുണ്ട്. കശ്യപപുത്രനായ ശൂരപത്മാസുരനും സുബ്രഹ്മണ്യ സ്വാമിയും തമ്മിൽ ദേവലോകത്ത് വെച്ച് ഘോരമായ യുദ്ധം ഉണ്ടായി എന്നും യുദ്ധത്തിൽ തോൽക്കുമെന്നായപ്പോൾ ശൂരപത്മാസുരൻ സ്വയവും സുബ്രഹ്മണ്യ സ്വാമിയെയും കൊണ്ട് അദൃശ്യനായി മാറി. സുബ്രഹ്മണ്യ സ്വാമിയെ കാണാതെ വിഷമിച്ച ശ്രീ പാർവതി ദേവിയും ദേവഗണങ്ങളും ആഹാരവും ജലവും ഉപേക്ഷിച്ച് വ്രതം അനുഷ്ഠിച്ചു. തുലാമാസത്തിലെ ഷഷ്ഠി തിഥിയുടെ അന്ന് ഭഗവാൻ ശൂരപത്മാസുരനെ നിഗ്രഹിച്ചു. അവിടെ എല്ലാവർക്കും സുബ്രഹ്മണ്യ സ്വാമിയെ കാണാൻ കഴിഞ്ഞു. ശത്രു നശിച്ചതായി കണ്ട ഏവരും ഷഷ്ഠി നാളിൽ ഉച്ചയ്ക്ക് വ്രതം അവസാനിപ്പിച്ച് മൃഷ്ടാന്നം ഭോജനവും കഴിച്ചു. ഇതാണ് ഷഷ്ഠി വ്രത അനുഷ്ഠാനത്തിൻ്റെ ഐതിഹ്യം. വൃശ്ചിക മാസത്തിൽ ആരംഭിച്ച് തുലാം മാസത്തിൽ അവസാനിക്കുന്ന വിധത്തിൽ 12 ഷഷ്ഠി അനുഷ്ഠിക്കുകയോ അല്ലെങ്കിൽ 9 വർഷം കൊണ്ട് 108 ഷഷ്ഠി എന്ന വിധത്തിലോ ഈ വ്രതം അനുഷ്ഠിക്കാവുന്നതാണ്. ഓരോ മലയാള മാസത്തിലെയും വെളുത്ത പക്ഷത്തിൽ വരുന്ന ഷഷ്ഠി, അതായത് അമാവാസിക്ക് ശേഷം വരുന്ന ഷഷ്ഠി, വ്രതം എടുക്കേണ്ടത് എങ്ങനെയെന്നാൽ വെളുത്തപക്ഷത്തിലെ പഞ്ചമി നാളിൽ രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞ് സുബ്രഹ്മണ്യ സ്വാമിയുടെ മന്ത്രങ്ങളൊക്കെ ജപിച്ച് ഉച്ചയ്ക്ക് ഒരു നേരം മാത്രം ഭക്ഷണം കഴിക്കുക. ഷഷ്ഠി നാളിൽ രാവിലെ കുളിച്ച് സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനമൊക്കെ നടത്തി സുബ്രഹ്മണ്യ പൂജ ഒക്കെ ചെയ്തതിന് ശേഷം ഉച്ചയ്ക്ക് ക്ഷേത്രത്തിൽ നിന്നും ലഭിക്കുന്ന ഭക്ഷണം കഴിച്ച് ഉപവാസം അവസാനിപ്പിക്കാവുന്നതാണ്. 6 തവണ തുടർച്ചയായി സ്കന്ദ ഷഷ്ഠിവ്രതം എടുക്കുന്നത് വളരെ നല്ലതാണെന്നാണ് ഐതിഹ്യം. ഇത് 1 വർഷം ഷഷ്ഠിവ്രതം എടുക്കുന്നതിന് തുല്യമാണെന്ന് പറയപ്പെടുന്നു. ഷഷ്ഠി ദിനത്തിൽ ഓം വജത്ഭുവേ നമഃ എന്ന മന്ത്രം 108 തവണ വീതം ജപിക്കാവുന്നതാണ്. ജാതകത്തിൽ ചൊവ്വ എന്ന ഗ്രഹം പ്രതികൂലമായവർക്കും ചൊവ്വാദോഷമുള്ളവർക്കും ദാമ്പത്യ കലഹം, നിരന്തരമായ കേസുകൾ, കോടതി വ്യവഹാരങ്ങൾ നടത്തുന്നവർ, ഇവർക്കൊക്കെ ഷഷ്ഠിവ്രതം അനുഷ്ഠിക്കാവുന്നതാണ്. സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവർക്കും ഈ വ്രതം ശ്രേയസ്സിനും ഐശ്വര്യത്തിനും വേണ്ടി അനുഷ്ഠിക്കാം. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ഇത് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് ജീവിതത്തിൽ അലട്ടുന്ന വിധത്തിലുള്ള പ്രശ്നങ്ങൾക്ക് ജ്യോതിഷപരമായ പരിഹാരം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് മെസ്സേജ് വഴി ബന്ധപ്പെടാവുന്നതാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.